ഇതാണോ വീട്? രണ്ടായിരത്തി 12 മുതൽ സന്തോഷ് സാറ് ഇങ്ങനെ ഒരു പല കാര്യങ്ങളും പഠന സാമഗ്രികളും എല്ലാം ചെയ്തു കൊടുക്കുന്ന അറിഞ്ഞുകൊണ്ട് ഞങ്ങളെ ക്ഷണം സ്വീകരിച്ചിട്ടുണ്ട്. ഈ നാട്ടിലെത്തിയ സന്തോഷ് പാണ്ഡ്യ സാറിന് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ മരിച്ച ഈ അബ്ദുസലാം എന്ന് പറയുന്ന വ്യക്തിക്ക് മത്സ്യത്തൊഴിലാളിയായ അബ്ദുസലാമിൻ്റെ വീട്ടിലും എത്തി അവർക്ക് പഠന ആവശ്യമായ ഒരു ഈ കടലിൽ പോയി വഞ്ചി പറഞ്ഞ് കാണാതായതാണ്. അപ്പോൾ അവർക്ക് വേണ്ടി ഒരു പഠന സാമഗ്രിയായ TV എത്തിച്ചു കൊടുത്ത അവരെ ഈ വീട് ഇവിടെ ഇപ്പോൾ വേറെന്താ അത്യാവശ്യമായിട്ട് വേറെ എന്തെങ്കിലും അത്യാവശ്യങ്ങളുണ്ടോ ഈ ഏരിയയിൽ? അത്യാവശ്യം ഇപ്പം ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് നിർദ്ധരായ മത്സ്യത്തൊഴിലാളികളുണ്ട്. അവർക്ക് അവർ ഉപയോഗിക്കുന്ന വല, അതേപോലെ തന്നെ കാല് വികലാംഗത്തുള്ള ഒരു വ്യക്തി ഉണ്ട്, അയാൾക്ക് ഒരു വാക്കർ കൊടുക്കാനും ഞങ്ങളാരെയും അറിയിച്ചില്ല. കേന്ദ്രത്തിൽ നിന്ന് ഒരാൾ കൊടുക്കാറ് എവിടെ ഇങ്ങോട്ട് എന്താണ് ഇപ്പം എങ്ങനെ വീട്ടിൽ ആരൊക്കെ ഉണ്ട്? ഇപ്പം എത്ര വർഷമായി? ഈ മത്സ്യത്തൊഴിലാളി മേഖലയിൽ പൊതുവെ ഇപ്പോൾ മാന്ദ്യം സംഭവിച്ചത് കാരണം അദ്ദേഹത്തെ സഹായിക്കാൻ മത്സ്യത്തൊഴിലാളിക്ക് കഴിയാത്തത് ആ വിവരം ഞങ്ങൾ സന്തോഷ് പാണ്ഡ്യനെ വിളിച്ചു പറയുകയും സസന്തോഷം സ്വീകരിച്ച് അദ്ദേഹം ഈ പുതിയ കടപ്പുറത്തിൻ്റെ മണ്ണിൽ വന്ന് മുഹമ്മദ് അലിക്ക് ഈ വാക്കർ നൽകിയതിൽ ഈ സമയത്ത് സാറ് വന്ന് നിന്ന് വലിയ ഒരു ഉപകാരമായിട്ടാണ് ഞങ്ങളിപ്പോൾ കാണുന്നത്. ഒരുപാട് നന്ദിയുണ്ട്. ഈ വീടാ? എൻ്റെ മകനാണ് ജിഷ്ണു. അവനാണ് പറഞ്ഞത് നമുക്കൊന്നും ഒരു കാര്യം ചെയ്യാം, നമുക്ക് TV ഭാനുമതിക്ക് ഇത്തിരി പ്രയാസങ്ങളുണ്ട് കിട്ടാൻ. ഈ സ്ഥലം എന്ന് പറയുന്നത് പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി കറക്റ്റ് സ്ഥലത്തിന് വരുന്നത് അദ്ദേഹം നേരിട്ട് കണ്ടില്ലേ, ഞങ്ങൾക്ക് ഇദ്ദേഹത്തിനെ അറിയാമെങ്കിലും എന്നിട്ടും നേരിട്ട് പരിചയമില്ലാത്ത ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇത്രയും വലിയൊരു കാര്യം ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു സന്മനസ്, ആ സന്മനസ്സിനെ എത്ര അഭിനന്ദിച്ചാലും മതിയാവില്ല. ഭാനുമതിക്ക് വേണ്ടിയിട്ട് ഭാനുമതിയുടെ അയൽക്കാർ വന്ന് ഈ കുട്ടികൾ ഞാൻ പറഞ്ഞത് പലപ്പോഴും ഉണ്ടല്ലോ, അല്ല ഒരു കാര്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞോ, നമ്മുടെ കഴിവിനനുസരിച്ച് ചെറുതെങ്കിൽ ചെറുത് നമുക്ക് ചെയ്തുതരാം. ഇങ്ങനെ പറഞ്ഞിട്ട് തന്നെയാണ് എല്ലാവർക്കും എല്ലാം കൊടുത്തത്. അല്ല, നമ്മളത് നേരിൽ വന്ന് നിങ്ങളെ വീട്ടിൽ വന്നാ ചോദിക്കുന്നത്. ഇതിന്റെ അപ്പുറത്തേക്ക് ഒരു മനുഷ്യനെ ചെയ്യാനില്ല. കരുണേനേക്കാൾ വലുത് പോയി ചോദ്യങ്ങൾ അവർക്ക് സന്തോഷം കൊടുക്കുക. അത്രയും ഉണ്ട്. ഇവനെ മോനെ എത്രയിൽ പഠിക്കുന്ന? എന്താ പേര്? എങ്ങനെ നന്നായി പഠിക്കോ അതല്ല തട്ടിമുട്ടി പഠിക്കോ? നന്നായി പഠിക്കണം. ഈ മാവിന്റെ പേരെന്താ? എല്ലാം ഓലമേഞ്ഞ വീടുകളാണ്. ഓലമേഞ്ഞ വീടുകളും കുറച്ച് കല ചോദിച്ചു. തക്കാളി വെക്കുന്നു. ഞാൻ എൻ്റെ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ എപ്പോഴും ഫേസ്ബുക്കിലുണ്ട് ആരോടായാലും.
ഓരോരുത്തർക്കും ആവശ്യമുള്ള എന്താണോ അതൊക്കെ അല്ലേ? മത്സ്യബന്ധന മേഖലയിലുള്ള ആളുകൾക്ക് വലയാണ് ചിലർക്ക് നമ്മൾ എല്ലായിടത്തും അരി കൊടുക്കാൻ അതിന്റെ ആവശ്യമില്ല, ഗവൺമെന്റ് ആവശ്യമെല്ലാം ചെയ്യുന്നത്. ഇതാ വേറെ നിങ്ങൾക്ക് അത്യാവശ്യം വീട്ടിലായിരിക്കും അടുത്ത വേറെ വീട്ടിലായിരിക്കും നോക്കട്ടെ അത്ര ഉറപ്പ് പറയുന്നില്ല, പറ്റുന്നതാണെങ്കിൽ ഉറപ്പ് പറയലല്ലോ, അപ്പൊ ചെയ്തു ഇനി എന്തെങ്കിലും കാര്യമുണ്ട് ഇവരോട്. നെക്സ്റ്റ് പേര് എങ്ങനെ പോകുന്നു കാര്യങ്ങൾ ആണല്ലേ? ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ വീടായിട്ട് എങ്ങനെയാണ് ലോക്ക്ഡൗണൊക്കെ എത്രമാത്രം എന്താണ് ഫൈസലേ? എന്താണ് എങ്ങനെയുണ്ട് ജോലിയൊക്കെ? സപ്പോർട്ട് വേണ്ടവർക്ക് സപ്പോർട്ടാണ് വേണ്ട, അവിടെ പൈസ കൊടുത്തിട്ട് കാര്യമില്ല, പൈസ കൊണ്ടും എല്ലാ കാര്യവും. അതോടൊപ്പം സാമ്പത്തികവും വേണം. ഞാൻ പറയുന്നത് നമ്മളിപ്പോ വീട് കിടക്കുന്ന ഒരാളെ നമ്മൾ ഉയർത്തണമെങ്കിൽ നമുക്കൊരാരോഗ്യം വേണം. നമ്മൾ ആഗ്രഹിച്ചു എന്നുള്ളതുകൊണ്ട് മാത്രം കാര്യം ഇങ്ങനെയും. അപ്പോൾ ഫൈസല എന്തെയും ഒന്നിൻ്റെ ഞാൻ ജസ്റ്റ് എല്ലാവരും ഒന്ന് പരിചയപ്പെടാനായിട്ടോ വന്ന്. ഞാൻ ആദ്യമായിട്ടാണ് താനൂർ വരുന്നത്. ഞാനിപ്പോൾ ജസ്റ്റ് ചില കാര്യങ്ങൾ ചെയ്ത് നിങ്ങളെ പരിചയപ്പെടാൻ. മോനെ എവിടെയാണ് പഠിക്കുന്നത്? പ്പെടുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടി ഇന്നിവിടെ എത്തിച്ചേർന്ന ശ്രീ സന്തോഷ് പണ്ഡിറ്റിന് ആദ്യം നമ്മളെല്ലാവരുടെയും പേരിൽ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. അതുപോലെ പ്രളയത്തിൻ്റെ സമയത്തൊക്കെ വയനാട്ടിലെ ആദിവാസി മേഖലയിലേക്ക് ഒരുപാട് സഹായങ്ങൾ അദ്ദേഹം ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം അട്ടപ്പാടിയിലെ കുടിവെള്ള പ്രയാസങ്ങൾ തീർക്കാൻ വേണ്ടി അദ്ദേഹം പോയ കാര്യങ്ങളൊക്കെ യൂട്യൂബിൽ നമുക്ക് ഇന്നും കാണാൻ സാധിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. ഈ കൊറോണയുടെ ഈ കാലഘട്ടത്തിലും തീരദേശത്ത് വരാനും ഇവിടെ പ്രയാസപ്പെടുന്ന ആളുകളെ സഹായിക്കാനും അദ്ദേഹം കാണിച്ച വലിയ മനസ്സിനെ ഒരു നല്ല വാക്കുകൊണ്ട് അദ്ദേഹത്തെ നമ്മൾ എന്ത് ചെയ്യണം അഭിനന്ദിച്ചുകൊണ്ട് കൽപ്പറ്റയ്ക്ക് അടുത്തുള്ള പുളിയാർമല എന്ന് പറഞ്ഞ കോളനിയാണ്. കോളനിയിലാണ് നിൽക്കുന്നത്. ഓട്ടോറിക്ഷ ഈ ഇപ്പോൾ 2-3 മാസമായിട്ട് യാതൊരു വിധത്തിലും വേറെ നമ്മളെ പറ്റി ആരും പറഞ്ഞിട്ടില്ല. ഒരാളും ഇന്ന് വരെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് ഇന്നതുപോലെ ചെയ്യണമെന്നോ അല്ലെങ്കിൽ ഇന്നതുപോലെ എന്തെങ്കിലും ചെയ്ത് കൊടുക്കാമെന്നോ ഒരു സംഘടനകളോ അവരാരും മുന്നോട്ട് വന്നിട്ടില്ല, പറഞ്ഞിട്ടില്ല. ഇപ്പോൾ സാറ് ഇപ്പോൾ വന്നു ഞങ്ങളോട് ഇങ്ങനത്തെ ഒരു നമുക്ക് ചെറുതായിട്ട് വളരെ ചെറുതായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷെ ഞാൻ ഇവിടെ മാത്രമല്ല, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പം പിന്നെ എനിക്കൊരു സ്ഥലം നമ്മളൊന്ന് കാണണമല്ലോ. അത് വേണം. ഞാൻ ഊഹിച്ച് ചെയ്യാന്നാണ്. ഇപ്പോൾ മറ്റൊരു കോളനിയിലാണ് നമ്മൾ TV കൊടുക്കുന്നത്. അപ്പോൾ കോളനി എന്ന് പറയുമ്പോൾ ഏതാണ് ഞാൻ ഊഹിച്ചു. നമ്മളത് അറിയുന്നല്ലേ ഉള്ളൂ. പറയാമേ നമുക്ക് ഈ ഏരിയയിൽ വേറെ എന്തെങ്കിലും വളരെ അത്യാവശ്യമുണ്ട്. ഇതൊന്നും എല്ലാവരും കാണാൻ സാധിച്ചൊരു സന്തോഷമുണ്ട്. അപ്പോൾ ഭായി വേറെ എന്താണ് വേറെ എന്തെങ്കിലും വളരെ അത്യാവശ്യങ്ങളുണ്ടോ? വേറെ ഇപ്പം ഓട്ടോറിക്ഷക്കാരുടെ ജീവിതം എന്ന് പറയുകയാണെങ്കിൽ വളരെ ബുദ്ധിമുട്ടുള്ളൊരു എല്ലാവരുടെയും ജീവിതം പ്രത്യേകിച്ച് നമ്മളെ പോലത്തെ ഫീൽഡിലുള്ള എല്ലാവർക്കും ഉണ്ട്. ഈ അവസരത്തിൽ ഒരു ഉപകാരം ചെയ്തതിന് ഓക്കെ. സോമൻ എനിക്കെന്തെങ്കിലും പറയണ്ടോ? ചേട്ടാ മുമ്പ് എടുക്കല്ലേ സോമേട്ടാ. സോമൻ വേറെ എന്തെങ്കിലും പറയണ്ടോ? മധു ഒരു വന്നില്ല. എന്തൊക്കെയാണ് വീട്ടിലാരൊക്കെ ഉണ്ട്? ഒരു മോനും ഒരു മോളും. ഞാൻ ഫേസ്ബുക്കിലുണ്ട്. എൻ്റെ കാര്യം വന്നോ സുഖല്ലേ? എങ്ങനെ പോകുന്നു കൊറോണ? അല്ല നിങ്ങൾക്കില്ലേ? പിന്നെ ഞാനൊന്നും പറയാൻ അപ്പം നമുക്ക് വളരെ ജസ്റ്റ് നിങ്ങളെ പരിചയപ്പെടുന്നതിൻ്റെ ഭാഗമായിട്ട് ചെയ്യുന്നുള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൂ. വേറെ എന്തെങ്കിലും അതാ ഞാൻ ചോദിക്കുന്നത്. പാടിനോ നിങ്ങളെ പൊതുവിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾ അറിയിക്കാം. ഇപ്പോൾ വയനാട് ജില്ലയിലെ കൽപ്പറ്റയിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾക്ക് വേണ്ടി
സന്തോഷ് പണ്ഡിറ്റ് സാറിൻ്റെ വക ചെറിയൊരു ഉപകാരമായിട്ട് പിന്നെ ഇപ്പോൾ തലക്കാരിയായിട്ട് ഉണ്ടെങ്കിലേ ഇനിയിപ്പോൾ ആരെങ്കിലും വളരെ അത്യാവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ ഫേസ്ബുക്കിലേക്ക് ഒന്ന് വളരെ അത്യാവശ്യം, വെറുതെ ആവശ്യക്കാരല്ല, അത്യാവശ്യം. അപ്പം ശരി. കേറിയിട്ടേ ആ ഇരുളാക്കണ്ട കാരണം കൊണ്ട് കഴിയുന്നത് സഹായം എന്തായാലും സാറിനോട് അപ്പൊ ഒരു മത്സ്യത്തൊഴിലാളി ആയത് കാരണമാണ് ഞാൻ, അല്ലെങ്കിൽ മറ്റു ജോലിക്കാരാണെങ്കിൽ എങ്ങനെയെങ്കിലും ഒരു വീട് തട്ടിക്കൂട്ടും. കണ്ടില്ല ഒരു വീട്. ഇതിപ്പോൾ എത്ര മക്കളാ? ഒരു പെണ്ണ് രണ്ടാണ്. പിന്നെ ചെറുതാണ്. ഇതാക്കിയിട്ടില്ല, ഒരു ചെറിയൊരു കൂടുതലൊന്നും ഞാനത് പ്രതീക്ഷിച്ച് വന്നതല്ല. അല്ല അതെ ഞാൻ പറഞ്ഞൊരു ഇവിടെ താമര മേഖലയിൽ തന്നെ ആദ്യമായിട്ടാണ് വരുന്നത്. എല്ലാം ഓലമേഞ്ഞ വീടുകളാണ്. വീടുകളും ഇതൊക്കെ ഇവിടെയൊക്കെ ഒരു ചരല് റോഡാണായിരുന്നു. ചരല് റോഡ്. ഇപ്പൊ അത് മോളെ ഏതിലാ സ്കൂളിൽ പഠിക്കുന്നത്? ആണല്ലേ. എങ്ങനെ നന്നായിട്ട് പഠിക്കും? ഇനി എന്തൊക്കെയാ ഭാവി പരിപാടികൾ എന്തൊക്കെയാ? ആണോ? തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടി ഞാനിവിടെ പ്രാർത്ഥിക്കുന്നു. ഉമ്മ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ എപ്പോഴായാലും നോക്കൂ. നമുക്ക് ചെയ്യുന്നതിന് പരിമിതികളുണ്ട്, കാരണം വർഷത്തിൽ ഒരു സിനിമ ഇറങ്ങുന്നുള്ളൂ, പരിമിതികളുണ്ട്.